ഒളിച്ചോട്ടം ഭീരുവിൻ്റെ പരിഹാരവും അതിജീവനം ആത്മധൈര്യമുള്ളവൻ്റെ പ്രതിവിധിയുമാണ്. സുരക്ഷിത കേന്ദ്രങ്ങളിൽ വാതിലടച്ചിട്ടിരിക്കാൻ എല്ലാവർക്കും സാധിക്കും. എന്നാൽ അപായ സാധ്യതയുണ്ടെന്നറിഞ്ഞിട്ടും അവിടെ തന്നെ നിൽക്കണമെങ്കിൽ നിശ്ചയദാർഢ്യമുള്ളവർക്ക് മാത്രമേ സാധിക്കൂ. മെൻ്റൽ പവറും മസിൽ പവറും ഉണ്ട്, അല്ലേ? മനുഷ്യന് മസിൽ പവർ പോലെ അത്യന്താപേക്ഷിതമാണ് മെൻ്റൽ പവർ. മസിൽ പവർ നന്നാക്കാനായി നമ്മൾ ജിംനേഷ്യത്തിൽ പോകുന്നു. എന്നാൽ മനുഷ്യൻ്റെ മെൻ്റൽ പവറിൻ്റെ ശക്തി കൂട്ടുന്നത് അവൻ നേരിടേണ്ടി വരുന്ന പ്രതിസന്ധികളിലൂടെയാണ്. അതിജീവനം കൊണ്ട് അവൻ്റെ മനഃശക്തി പൂർവാധികം ഉത്തേജിക്കപ്പെടുന്നു. ചുരുക്കി പറഞ്ഞാൽ, ജീവിതത്തോട് പോരാടി നമുക്ക് അവകാശപ്പെട്ടത് സ്വന്തമാക്കണം. സമുദ്രത്തിൻ്റെ ആഴമറിയാൻ അതിലിറങ്ങി മുത്തുകൾ വാരുക തന്നെ വേണം. അല്ലാതെ കരയിലിരുന്ന് നോക്കിയാൽ ഒരിക്കലും അത് നമുക്ക് ലഭിക്കില്ല. ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളെ ധൈര്യപൂർവ്വം അഭിമുഖീകരിക്കാൻ കഴിയാതെ പോകുന്നവരാണ് ജീവിതത്തിൽ പരാജയപ്പെടുന്നത്. മനസ്സിലെ സങ്കടങ്ങൾ അതിയായി വർദ്ധിക്കുമ്പോൾ അറിയാതെ നമ്മൾ ജീവിതത്തെ വെറുത്തു പോകുന്നതും അതുകൊണ്ട് തന്നെയാണ്. ജീവിതയാത്രയിലെ തിരിച്ചടികളാണ് പലരെയും വിശ്വാസികളും അവിശ്വാസികളുമാക്കി മാറ്റുന്നത്. ചിലർ നിയോഗങ്ങളിലും നിമിത്തങ്ങളിലും വിശ്വസിച്ച് പോകുന്നതും ഇതുകൊണ്ട് തന്നെ. ഓരോ വിഷമഘട്ടവും ലോകാവസാനമായി ചിലർക്ക് അനുഭവപ്പെട്ടേക്കാം. ആവശ്യക്കാർക്ക് അവസരങ്ങൾ നൽകാൻ ജീവിതത്തിന് പലപ്പോഴും മടിയാണ്. മറിച്ച് ആവശ്യമില്ലാത്തവർക്ക് അത് വാരിക്കോരി കൊടുക്കുകയും ചെയ്യും. എല്ലാ കാര്യങ്ങളും നമുക്ക് പുസ്തകങ്ങളിൽ നിന്നും പഠിക്കാനാവില്ല. പല പാഠങ്ങളും നമ്മെ പഠിപ്പിക്കുന്നത് ജീവിതമെന്ന ഗുരുവാണ്. പ്രതീക്ഷകളാണ് മനുഷ്യനെ നിലനിർത്തുന്നത്. അതുകൊണ്ട് പ്രതീക്ഷയോടെ ഇന്നത്തെ ദിവസവും മുന്നോട്ട് യാത്ര തുടരുക. ഓർക്കുക, ഒളിച്ചോട്ടം ഭീരുവിൻ്റെ പരിഹാരവും അതിജീവനം ആത്മധൈര്യമുള്ളവൻ്റെ പ്രതിവിധിയുമാണ്. എല്ലാവർക്കും നല്ലത് വരട്ടെ. ശുഭദിനം.